ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ ഈ മുളകിൽ ഇങ്ങനെ മസാല നിറച്ച് സ്റ്റഫ്ഡ് ഉള്ള സ്റ്റഫ്ഡ് മുളക് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഞാനല്ല ഉണ്ടാക്കുന്നത്, ശ്വേതയാണ്. അപ്പോൾ ശ്വേത ഈ മുളകൊക്കെ എടുത്ത് കഴുകി അതിനകത്തെ കുരുവൊക്കെ മോസ്റ്റ്ലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് മസാല എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മസാല എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പിടി കപ്പലണ്ടിയുടെ പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ആംചൂർ പൗഡർ ഇട്ടിട്ടുണ്ട്. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡ്രൈ മാംഗോയുടെ പൗഡറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത്തിരി ഈ മഹാരാഷ്ട്രീയൻ മസാലയെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കാന്താ ലസൂൺ മസാല എന്ന് പറയുന്നത്. ആ കാന്താ ലസൂൺ മസാല ഞാൻ പണ്ടും ഒരു ഇതിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ കാന്താ ലസൂൺ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. തേങ്ങയൊന്നും എടുത്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ മസാല നിറച്ചിട്ട് അതിൽ മസാലയായിട്ട് അരച്ചിട്ട് അതിൽ നിറയ്ക്കാൻ പോവുക. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉള്ളി ഇടാം. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഉള്ളി ഇടാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച ഉള്ളി ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പം നമ്മൾ ഇത് മുളകിനകത്തേക്ക് നമ്മുടെ മസാല എല്ലാം നിറച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടു. കടുകിട്ടു, കറിവേപ്പില ഇട്ടു. പിന്നെ ഇത്തിരി നമ്മളുടെ കായപ്പൊടി കൂടെ ഇട്ട് കൊടുത്തു. ഒരു ടൊമാറ്റോയുടെ പകുതി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഡ്രൈ മാംഗോ പൗഡർ ഇട്ടതാണ്. ബാക്കിയുള്ള മസാല മുളകിൽ നിറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള മസാല കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ മാംഗോ പൗഡർ ഇട്ടതുകൊണ്ട് ഒരു ചെറിയ പുളിപ്പ് കാണും. അതിൻ്റെ കൂടെ അതുകൊണ്ടാണ് നമ്മൾ 1/2 ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത്. മുളക് ഓരോന്നായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ടിട്ട് അത് എണ്ണയിൽ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലത്തെ മുളക് കിട്ടുവാണെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ ആദ്യമേ മസാല നിറയ്ക്കാൻ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ മേളിലൂടെ ഒരു ഇത്തിരി ഉപ്പ്, ഈ മുളകയില പുറത്ത് പറ്റാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ശ്വേതയുടെ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാകാറുണ്ട്. ബബു ഇതാണ് ബബിൾസ്. അവൾ എപ്പോഴും അവിടെ വിചാരം അവളാണ് കുക്ക് ചെയ്യുന്നതെന്നാണ് കേട്ടോ. നമ്മൾ മുളകൊന്ന് തിരിച്ചിട്ടു. 2 സൈഡും അത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. ഇനി ഇതിന് പിന്നെ അടപ്പ് വെക്കുക. നമ്മുടെ മുളക് മസാല നിറച്ചത് അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. നല്ല എന്താ പറയുന്നത്, വളരെ നല്ല ടേസ്റ്റ്. അതിൽ ആംചൂർ പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് അതിനൊരു ഇത്തിരി പുളിയുണ്ട്, എരിവുണ്ട്, നല്ല കപ്പലണ്ടിയുടെയൊക്കെ ഉള്ള ഒരു മസാലയൊക്കെ ഉള്ളുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലത്തെ മുളക് കിട്ടുമെങ്കിൽ ഇങ്ങനെ ഒന്ന് മസാല നിറച്ച് നോക്കണം. ഇപ്പം കപ്പലണ്ടിയുടെ കൂടെ നമുക്ക് ഇത്തിരി തേങ്ങ കൂടെ അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട്ടെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.